സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയ കാസർഗോഡ് UDF-ൽ തർക്കങ്ങൾ തീരുന്നില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിലാണ് പുതിയ തർക്കം. UDF-ൽ ബദിയടുക്കയിലും മീഞ്ച പഞ്ചായത്തിലുമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് ജില്ലാ പാർലമെന്ററി ബോർഡ് CA താജുദ്ദീനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലീഗിനകത്ത് മീഞ്ച പഞ്ചായത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. തീരുമാനത്തിൽ പ്രതിഷേധിച്ച ലീഗ് ചിക്കർപതേ വാർഡിൽ നേതാക്കളും പ്രവർത്തകരും കൂട്ടരാജി പ്രഖ്യാപിച്ചു. വാർഡിലെ മുതിർന്ന നേതാവ് ഷെരീഫ് ചിനാലയെ പ്രസിഡന്റ് പദവിക്ക് പരിഗണിക്കാത്തതിലാണ് പ്രതിഷേധം ശക്തമായത്. പഞ്ചായത്തിലെ നേതാക്കളോട് അഭിപ്രായം ആരായാതെ AK മഷ്റഫ് MLA ഏകപക്ഷീയമായി പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. ചിക്കർപതേ വാർഡിൽ നിന്ന് മുസ്ലിം ലീഗിലെ 24 നേതാക്കളും 100 പ്രവർത്തകരും മണ്ഡലം പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി. ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിൽ UDF-നും BJP-ക്കും 10 വീതം അംഗങ്ങളാണുള്ളത്. LDF-ന് ഒരംഗമുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിക്കായി UDF-ൽ ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കം തുടരുന്നു. മുസ്ലിം ലീഗ് നേതാവ് മാഹിൻ കേളോടാണ് ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. പഞ്ചായത്തിൽ ലീഗിന് 6ഉം കോൺഗ്രസിന് 4ഉം അംഗങ്ങളുണ്ട്. കോൺഗ്രസിലെ ശ്യാമപ്രസാദ് മാന്യയും പ്രസിഡന്റ് പദവിക്കായി രംഗത്ത് വന്നിട്ടുണ്ട്. UDF ജയിച്ചാൽ ശ്യാംപ്രസാദ് മാന്യയെ പ്രസിഡന്റാക്കുമെന്ന് ജനങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നതായാണ് കോൺഗ്രസിൻ്റെ വാദം. മീഡിയ 1 കാസർഗോഡ്.